ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പയും കടലയുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓവർനൈറ്റ് കുതിർത്ത് വെച്ച കടല കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കടല വേവാനായിട്ടുള്ള വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 3 പ്രഷറാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ പൂളയും കൂടെ ചേർത്ത് വേവിക്കുമ്പോൾ കടലക്ക് പാക വേവായി കിട്ടും. എന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നമ്മളെ പൂള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് 3 കൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. എന്നിട്ട് 2 വിസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് 1 പച്ചമുളക് ചേർത്തത്. എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, എന്നിട്ട് 3 കൂടെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൂള ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടല ഉടഞ്ഞു പോവാതെ പൂള നമുക്ക് ഉടച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ കടല നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയും കടലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചിട്ട് ഒഴിക്കണം. അതിനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ കപ്പയും കടലയും റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.